ഇന്നലെ രാത്രി അവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ താൽക്കാലിക ഗതാഗത നിരോധനമാണിപ്പോൾ. അതുവഴി പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ. ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്, ദൃശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസുകൾ മാത്രമാണ് കടത്തിവിടുക. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ. ചുരത്തിലൂടെ ആരെയും കയറ്റിവിടാതെ അങ്ങനെ നിൽക്കുകയാണല്ലോ ദീപക് മോഹൻ. എപ്പോഴത്തേക്ക് ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗത്തെയൊക്കെ മണ്ണൊക്കെ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും? ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഈ ലക്കിടി ചുരം വ്യൂ പോയിന്റിന് സമീപം മണ്ണിടിച്ചിൽ നടന്നതാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ പാറകളും മരങ്ങളും ഒക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് 7:30 ഇന്നലെ സംഭവിച്ചതിന് ശേഷം പിന്നീട് ദ്രുതഗതിയിൽ തന്നെയായിരുന്നു സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. റോഡിലുള്ള പാറകളുമൊപ്പം മണ്ണുമെല്ലാം ഒരു ഭാഗം മാറ്റി ചുരത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങളൊക്കെ ഇന്നലെ ഇവിടെ നിന്ന് ഒഴിവാക്കി ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. പക്ഷേ ഗതാഗത നിരോധനമുണ്ട്. ഒരു 10 മണിയോടുകൂടിയൊക്കെ വിദഗ്ധ സമിതി ഇവിടെ എത്തി കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്, പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക.